അതുകൊണ്ട് ഈ സഹർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേക്കുന്ന ഒരു സമയമാണ്. ചില ആളുകൾ ഉറക്കത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് കഴിച്ചിട്ടൊക്കെ നീ എന്നെ വിളിക്കണ്ട, സുബൈയാകുമ്പോ ഇഖാമത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാൽ മതി, എന്നെ തുടരല്ലേ, വിളിക്കല്ലേ, ശല്യപ്പെടുത്തല്ലേ എന്ന് പറയും. അത് ഒരിക്കലും അങ്ങനെ പറയരുത്. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങളത് എഴുന്നേറ്റേ പറ്റുള്ളൂ. തസഹറൂ ഫഇന്ന ഫിസ്സഹരി ബറക. നിങ്ങൾ സഹർ കഴിക്കണേ, അതിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബർക്കത്തുണ്ട്. നിങ്ങൾ ബർക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ബർക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ബർക്കത്തായ മാസം റസൂലുള്ള പറഞ്ഞ ബർക്കത്ത് വേണ്ടേ? അത് അലല്ലക്കും ഷഹറുൻ മുബാറകുൻ, ബർക്കത്തായ മാസാണ്. ഈ ബർക്കത്ത് കിട്ടണമെങ്കിൽ തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. ഈ സഹറിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അസ്സുഹൂറു കുല്ലുഹു ബറക. സഹറിൽ വലിയ ബർക്കത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലൗ അയജ്റഅ അഹദുകും ജുർഅതൻ മിൻ മാ, ഒരു ഇറക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിട്ട് ആ ബർക്കത്ത് നിങ്ങൾ സ്വീകരിക്കണേ, നഷ്ടപ്പെടുത്തരുതേ. ഫലാ തദഊഹു, അത് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഫഇന്നല്ലാഹ തബാറക വതആല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അല്ലാഹുവും മലക്കുകളും സഹർ കഴിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും, സ്വലാത്ത് ചൊല്ലും, നന്മ നേരുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അള്ളാഹ് നമുക്ക് അനുഗ്രഹം ചെയ്യുന്നതും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും ഈ സഹറിന്റെ സമയത്താണ്. അന്നേരം കിടന്ന് ഉറങ്ങരുത്. റമളാനി മാത്രമല്ല കേട്ടോ, ഈ റമളാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് തുടക്കമാണ്. എല്ലാവരും വിചാരിക്കും റമളാൻ മാത്രം എന്തായാലും എഴുന്നേക്കോളിയാ, അലാറം വെച്ചിട്ടുണ്ട്, എഴുന്നേക്കും. അത് അടിച്ചോണ്ടിരിക്കും. 3 മൊബൈൽ വെച്ചിട്ടുണ്ട്, മാറി മാറി അടിച്ചോണ്ടിരിക്കും. അത് ഓഫ് ആവുന്നത് 5:40 ആവുമ്പോഴാണ്. 3:30 പോലെ അടിക്കും, ഓഫാവുന്നത് 5:40. തീറ്റി നടന്നില്ല, എഴുന്നേറ്റോ നടന്നില്ല, വെറുതെ ആയിപ്പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ തബാറക വതആല യുസല്ലൂന വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. സഹർ കഴിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേക ഓഫർ ഉണ്ട്. മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹർ കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇതിന്റെ സമയം 5:25 ബാങ്ക്, 5:24 വരെ അവസാനം പൂവമ്പഴ അടിച്ചോണ്ടിരിക്കും. زيد بن ثابت رضي الله تعالى عنه أنهم تسحروا مع النبي صلى الله عليه وسلم ثم قاموا إلى الصلاة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹാബാക്കൾ സഹർ കഴിച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. ഖാലു, അവര് ചോദിച്ചു, നബിയേ കം ബൈനഹുമാ, സുബഹിയുടെ ബാങ്കും ഈ സഹർ കഴിക്കുന്നതും തമ്മിലുള്ള ഇടയിലുള്ള സമയം എത്ര പരിധി ദൂരമാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ഔ 60, അത്രേ പറഞ്ഞുള്ളൂ. 50-60. സ്വഹാബാക്കൾ വിശദീകരിച്ചു, യഅനി ആയ, 50 ആയത്ത് ഓതാനുള്ള സമയം, 60 ആയത്ത് ഓതാനുള്ള സമയം. അത്രയും ഗ്യാപ്പ് വേണം, അത്രയും ഗ്യാപ്പ് വേണം. ഈ ബാങ്ക് വിളിക്കുന്നവരെ വെച്ചടിച്ച് കമ്മിക്കൊണ്ടിരിക്കരുത്. അത്രയും, അതിനാണ് നേരത്തെ എഴുന്നേക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഈ ബാങ്ക് വിളിക്കുന്ന മുമ്പ് നമ്മൾ ഈ നോമ്പ് സഹർ കഴിച്ചാൽ ആ നോമ്പ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഉലമാക്കടയിൽ ചർച്ചയുണ്ട്. ഫജ്ർ സാദിഖിൽ നിർത്തിയിരിക്കണം. ഫുഡ് ഫജ്ർ സാദിഖിൽ നിർത്തിയിരിക്കണം. അപ്പൊ അത് ഈ പറയുന്ന സമയമാണ്, ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ നിർത്തിയിരിക്കണം. അതാണ് അതിന്റെ സൂക്ഷ്മത. സൂക്ഷ്മത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 50 ആയത്ത് 60 ആയത്ത് ഓതാനുള്ള സമയം. സർവ്വസാധാരണമായി നമ്മൾ വലിയ ധൃതി പിടിക്കാതെയും ഭയങ്കര സ്പീഡ് കുറച്ചുമല്ല, ഒരു മീഡിയമായ രീതിയിൽ അത് ഓതിപ്പോകാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ആ 50-60 ആയത്ത് ഓതുന്ന സമയം ഗ്യാപ്പ് ഇടണം എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ സഹർ കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്, ബർക്കത്താണ്, റഹ്മത്താണ്, അനുഗ്രഹമാണ്. അത് ആരും പാഴാക്കാൻ പാടില്ല. റമളാനിൽ ചെയ്യേണ്ട ഒന്നാമത്തെ അമല്.
രണ്ടാമത്തെ അമല്, ഇതൊക്കെ സഹറിൽ ചെയ്യേണ്ട അമല ഞാൻ ഈ പറയുന്നത് കേട്ടോ. സഹർ സമയത്ത് ചെയ്യേണ്ട അമലാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിക്കണം എല്ലാവരും. ഈ റമദാനിലല്ല, റമദാൻ കഴിഞ്ഞു പ്രാക്ടീസ് ആയിക്കോളെ. രണ്ടാമത് ചെയ്യേണ്ടത് അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ, നമ്മൾ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സഹറിന്റെ സമയമാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ وبالأسحار هم يستغفرون. സത്യവിശ്വാസികളായ മുത്തഖീങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള മതബോധമുള്ള മതഭക്തരായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഅയൂൻ. അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആരാമങ്ങളിലാണ്. അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിയിലാണ്, അവന്റെ പൊരുത്തത്തിലാണ്. അവർക്ക് അല്ലാഹു തആല ആഖിദീന മാ ആതാഹും റബ്ബുഹും, അല്ലാഹ് അവർക്ക് കൊടുത്ത സമ്മാനങ്ങളും ഏറ്റെടുത്ത് അവർ സന്തോഷത്തിലാണ്. അല്ലാഹ് അവർക്ക് കൊടുത്തത് മുത്തഖീങ്ങളായതുകൊണ്ട്, മുത്തഖീങ്ങളാകാൻ. അതാണ് അല്ലാഹ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പെടുക്കുന്നത് നീ മുത്തഖിയാവാനാണ്. മുത്തഖിയാവാൻ, തഖ്വ ഉണ്ടാക്കാൻ നോമ്പല്ലാതെ ഒരു അമലും ലോകത്തിലില്ല. നോമ്പല്ല ഒരു അമലും ലോകത്തിലില്ല. തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് നോമ്പുണ്ടെന്നുള്ളത് നീ അല്ലാഹേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനല്ലല്ലോ. അയ്യാമുൽ ബീദിൽ നോമ്പെടുത്തിട്ട് തിങ്കളും വ്യാഴവും നോമ്പെടുത്തിട്ട് അളിയെന്ന് ഞാൻ നോമ്പ് ക്ഷീണത്തിലായിരുന്നു അളിയ, അതാ നീ വിളിച്ചിട്ട് ഞാൻ എടുക്കാതെ ഞാൻ നോമ്പ് മുറിക്കുന്ന തിരക്കിലായിരുന്നു അളിയ. നമ്മളടുത്ത് പറയാൻ നമ്മളതൊന്നും പറയണം. രഹസ്യ അമലാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നോമ്പെടുക്കലാണ്. അപ്പൊ അവനെ തഖ്വ ഉള്ളവനാക്കി മാറ്റാനാണ് ഈ നോമ്പ് അല്ലാഹ് നിർബന്ധാക്കിയത്. ലഅല്ലകും തത്തഖൂൻ. അപ്പൊ ആ തഖ്വ ഉള്ളവരെ അല്ലാഹ് വിളിക്കാൻ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. ദുനിയാവിൽ വെച്ച് ഇവർ നന്മ ചെയ്തവരായിരുന്നു. അല്ലാഹ് പറയാ, ദുനിയാവിൽ വെച്ച് ഒരു നന്മ ചെയ്തവരായിരുന്നു, ഉപകാരമുള്ളവരായിരുന്നു, ജനങ്ങൾക്കും എനിക്കും ഒക്കെ ഉപകാരം ചെയ്തവരാണ്. അതുകൊണ്ട് ഇവർക്ക് ഞാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകി ഞാൻ ഇവരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവരുടെ ജോലി എന്തായിരുന്നു? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. കുറച്ച് മാത്രമേ ഇവർ ഉറങ്ങുമായിരുന്നുള്ളൂ ദുനിയാവില്. നമ്മളിപ്പോ കുറച്ച് ഉറങ്ങുള്ളൂ, പക്ഷെ ദിക്റിലല്ല, ഇൻസ്റ്റാഗ്രാമില്ല. അതാ സംഭവം. നമ്മളും കുറച്ച് ഉറങ്ങുള്ളൂ. അല്ലാഹ് പറഞ്ഞ അങ്ങനല്ല. ഈ കുറച്ചുറങ്ങുന്നത് തറാവീഹ് നിസ്കാരം, ഖുർആൻ ഓതല്, ദിക്റില്, ദുആകളില് അവർ കഴിഞ്ഞുകൂടുന്നവരാണ്. അങ്ങനെ അവർ ഉറക്കം കുറഞ്ഞു പോയവരാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. തൊട്ടടുത്ത് അല്ലാഹ് പറയുന്നു വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി അവർ എഴുന്നേറ്റ് അല്ലാഹ് പൊറുക്കണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്, പൊട്ടിക്കരഞ്ഞ് നിറകണ്ണുകളോടെ നാഥന്റെ കോടതിയിൽ അപ്പീലുകൾ സമർപ്പിക്കുകയാണ്. അതിനവർ തെരഞ്ഞെടുത്ത സമയം ഈ സഹറിന്റെ സമയമാണ്. ഇശാ കഴിഞ്ഞ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മഗ്‌രിബ് കഴിഞ്ഞ് തൗബ ചെയ്യാൻ പറ്റും. 12 മണിക്കും തൗബ ചെയ്യാൻ പറ്റും. കടയിൽ കടച്ചേരും 11 മണിയായി വീട്ടിൽ വന്നൊന്ന് കുളിച്ചു ഒരുങ്ങി ഫ്രഷായി ഒരു 12 മണിയൊക്കെ ആയില്ലേ, അപ്പോഴും ചെയ്യാൻ പറ്റും. ഒന്ന് ഉറങ്ങിയിട്ട് നീ എഴുന്നേക്ക്. അതാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. ആ ക്ഷീണം വന്നിങ്ങനെ കിടന്ന് ആ ക്ഷീണം കൊണ്ടിങ്ങനെ തകർന്ന് കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് അള്ളാന്റെ മുന്നിൽ അല്ലാഹ് പുറത്തു തരണേ പടച്ചവനെ, മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്ന് ആ സഹറിന്റെ സമയത്ത് നീ ചെയ്താൽ പെട്ടെന്ന് അല്ലാഹു അതിന് പരിഹാരം കാണും. അതിനാണ്
അതാണ് ഈ സഹറിന്റെ പ്രത്യേകത. ആ സമയത്ത് ദുആ, അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പൊതുവെ അല്ലാഹ് പറഞ്ഞില്ല, അസ്ഹാറിന് അവിടെ അല്ലാഹ് ചേർത്തു. അവർക്ക് വഹും യസ്തഗ്ഫിറൂൻ എന്ന് മാത്രം അല്ലാഹ് പറയാം. പക്ഷെ അല്ലാഹ് അങ്ങനെ പറഞ്ഞില്ല. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സഹറിനെ മുന്തിച്ചിട്ട് അല്ലാഹ് പറഞ്ഞത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വഹും യസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് സഹറിൽ എന്നല്ല. വബിൽ അസ്ഹാർ, സഹറിനെ മുന്തിച്ചു. അതാണ് ഏറ്റവും പ്രാധാന്യം. ഒരു മുസൽമാന്റെ ജീവിതം തുടങ്ങുന്നതിന്റെ തുടക്കമാണത്. അതുകൊണ്ട് ആദ്യം മുന്തിക്കേണ്ടത് സഹറിനെയാണ്, പിന്നെ എഴുന്നേറ്റാണ് ബാക്കി നല്ല ദിക്ർ ദുആകളെല്ലാം. അപ്പൊ രാത്രി സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാറിനാണ് പ്രതിഫലം കൂടുതലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ പരിചയപ്പെടുത്തി, ദുനിയാവിന്റെ രസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. ദുനിയാവ് എന്ന് പറഞ്ഞാല് കളി, ചിരി, രസം, പെണ്ണുങ്ങള്, നമ്മുടെ ആമക്കളെ കൊണ്ട് പ്രൗഢി നടിക്കല്, അഹങ്കാരം, ഇതൊക്കെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വഴി, ഇതൊന്നുമല്ല മക്കളെ വലുത്, ഇതൊന്നുമല്ല വലുത്. ഇതൊക്കെ ദുനിയാവിന്റെ കേവലം ഒരു രസവും ദുനിയാവിലത്തെ ഒരു ചെറിയ ഒരു സുഖവും മാത്രമാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ റബ്ബഹും. കണ്ടോ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് തഖ്വ ഉള്ളവർക്കെന്നാണ്. നമുക്ക് കിട്ടുന്ന സകല ഓഫറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉള്ളവർക്കാണ് സുഹൃത്തുക്കളെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങൾ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങൾ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ അൽ ഫായിസീൻ. അല്ലാഹു നമുക്ക് വിജയികളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനമാനം നൽകി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വെറുതെ കഴിഞ്ഞിട്ട് കൂടിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മൾ കുറഞ്ഞ സമയം ഇബാദത്ത് തഖ്വയുള്ളവരായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഖുത്ബ ഓതുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, തഖ്വ കൊണ്ട് നമ്മൾ ആദ്യം ഉപദേശിക്കുന്നത് ഉസീക്കും വ ഇയ്യായ, ഈ ഓതുന്ന മുസ്ലിയാർക്കും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്ന തഖ്വ. അതാണ് പാട് ഹബീബെ കിട്ടാൻ, അതാണ് പാട്. ബാക്കിയെല്ലാം കിട്ടും, ബാക്കിയെല്ലാം കിട്ടും. നമ്മൾ നിസ്കരിക്കും, തഖ്വയില്ലാത്ത നിസ്കാരമാണ്, തഖ്വയില്ലാത്ത നിസ്കാരമാണ്. അതുകൊണ്ടാണ് നമുക്ക് നിസ്കാരത്തിൽ അശ്രദ്ധ, കൃത്യസമയത്ത് നിസ്കരിക്കാൻ തോന്നാത്തത്. ജോലിക്ക് തഖ്വയുണ്ട്, അതുകൊണ്ട് കൃത്യസമയത്ത് പഞ്ചിങ്ങിന് ഓടുന്നത് തഖ്വയുണ്ടത്. അത് പോയില്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്. നിസ്കാരത്തിൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അമലുകളിലെല്ലാം നമ്മളൊരു തഖ്വ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു ഉപയോഗിച്ച വാക്ക് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ ഒക്കെ ഇപ്പൊ തഖ്വ. ഞാൻ മുത്തഖീൻ 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 അല്ലേ ഓതി. ഇല്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ വറിദ്വാനും മിനല്ലാഹ്. ആ മുത്തഖീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഭാഗ്യം, അവർക്ക് കീഴിലൂടെ ഒഴുകുന്ന അരുവികളും ശുദ്ധമുള്ള പരിശുദ്ധവതികളായ തരുണികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് വഅദ ചെയ്യാൻ ആ മുത്തഖീങ്ങൾക്ക്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവനാണ്. ഈ മുത്തഖീങ്ങളുടെ ദുആ എന്താ? അല്ലാഹു ഖുർആനിൽ പറയാണ്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ മന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുക, ദുആ എടുക്കാൻ പക്കറ്റിൽ എല്ലാവരും കാര്യമായിട്ട് ഇടണേ. റമളാൻ മാസമാണ്. ഞാൻ എല്ലാ വർഷവും പറയും, ഒരു 500 രൂപ 2000 രൂപ മാറ്റിക്കണം, 500 രൂപ കൊണ്ടുവരണം.
എല്ലാ വെള്ളിയാഴ്ചയും. എന്നിട്ട് കുറച്ച് പള്ളിയിൽ കൊടുക്കുക, കുറച്ച് വെളിയിരിക്കുന്നവരും കൊടുക്കുക. ആരെങ്കിലുമൊക്കെ പിരിവുമായി ബന്ധപ്പെട്ട് വരുന്നവർക്കും എല്ലാം സഹായിക്കുക. റമളാൻ മാസത്തിൽ കാന റസൂലുള്ളാഹി യുജവ്വിദു ഫീ റമളാൻ, റമളാൻ മാസത്തിൽ കൈ അഴിച്ച് അകമഴിഞ്ഞ് റസൂലുള്ള സദഖ ചെയ്യും. തറാവീഹിന് വരുമ്പോഴും ചുമ്മാ ഒരു 10-250 രൂപ കയ്യിൽ, 500 രൂപ കയ്യിൽ വെച്ചോളി. നമ്മുടെ ഉസ്താദന്മാര് വരും, കോളേജിൽ നിന്ന് വരും, പാവപ്പെട്ടവരൊക്കെ വരും. നമുക്കൊന്നും അവർക്ക് കിട്ടൂല, എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന. അപ്പൊ അതുകൊണ്ട് കാര്യമായി എല്ലാവരും ആ സദഖ എല്ലാവരും ബക്കറ്റിൽ നിക്ഷേപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന സദഖയ്ക്ക് അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോട് കൂടി ചെയ്യും. നമ്മൾ ആർക്കും വേണ്ടിയല്ല, നമ്മൾ ചെയ്യുന്ന സദഖ നന്മ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ആർക്കും എപ്പോഴും ചെയ്യാം, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും കുടുസ് ചിന്താഗതി മനസ്സിൽ വന്നാൽ അവൻ ഇട്ടിട്ടും കാര്യമില്ല, അവന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല, വെറുതെ വേസ്റ്റാണ്. അപ്പൊ ഇവരുടെ ദുആ എന്താ? അല്ലദീന യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാൻ കൊണ്ടവരാണ്, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചവരാണ്. പടച്ചവനെ, ഞങ്ങളുടെ പാപം നീ പുറത്തു തരണം, ഞങ്ങളുടെ പാപം നീ പുറത്തു തരണം, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഇവരുടെ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പറയുകയാണ്. ഇവരാരാണ് ഇങ്ങനെ ദുആ ചെയ്തവർ? الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. ഇത്രയും മുത്തഖീങ്ങളായ മനുഷ്യർ ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തവരാണെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹ് അവരെ വിശേഷിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന് എങ്ങനെയാണെന്ന് അറിയോ? കേട്ടോക്ക്. അള്ളാഹ് അവരെ വിശേഷിപ്പിക്കാൻ ഇവരാരാണ്? അസ്സാബിരീൻ, ക്ഷമയുള്ളവരാണ്. വസ്സാദിഖീൻ, വിശ്വസ്തരാണ്, സത്യസന്ധന്മാരാണ്, കളവും ചതിയും കാണിക്കാത്തവരാണ്, കള്ളം പറയാത്തവരാണ്. വൽമുൻഫിഖീൻ, അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവരാണ്. കണ്ട, ബക്കറ്റ് വന്നപ്പോ കറക്റ്റ് ആയത്തും വന്ന്. ഇത് ഞാനീ പറഞ്ഞത് നമ്മുടെ വിഷയമാണ്. അപ്പൊ വൽമുൻഫിഖീൻ ആരാ? സത്യവിശ്വാസികൾ, സ്വർഗം കിട്ടുമെന്ന് അള്ളാഹ് പറഞ്ഞവര് അത് കൊടുക്കുന്നത്. വൽമുൻഫിഖീൻ, അവര് ചെലവ് ചെയ്യുന്നവരാണ്. എന്നിട്ട് അള്ളാഹ് അവസാനം പറഞ്ഞു നിർത്തുന്ന ആരാ? വൽമുസ്തഗ്ഫിരീൻ, അവർ പാപമോചനം തേടുന്നവരാണ് എന്ന് പറഞ്ഞ് അള്ളാഹ് നിർത്തിയില്ല. തൊട്ടടുത്ത് അള്ളാഹ് ഒന്നുകൂടെ ചേർത്തു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവര് സുബഹിക്കെന്നോ രാത്രിയെന്നോ പാതിരാത്രിയെന്നോ അല്ല പറഞ്ഞത്, സഹറിന്റെ സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരത്രേ. കണ്ട, അപ്പൊ അതിന്റെ മഹത്വം എത്രയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഇങ്ങനെ വൽ മുസ്തഗ്ഫിരീൻ നേരത്തെ എല്ലാം പറഞ്ഞ അങ്ങനെയാണ്. അസ്സാബിരീൻ വസ്സാദിഖീൻ വൽഖാനിതീൻ വൽമുൻഫിഖീൻ വൽമുസ്തഗ്ഫിരീൻ എന്ന് പറഞ്ഞ് നിർത്താം. അള്ളാഹ് ഇല്ല, അവിടെ വൽ മുസ്തഗ്ഫിരീൻ എന്ന് പറഞ്ഞിട്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ബിൽ അസ്ഹാർ, സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അവർ. സഹറിന്റെ സമയത്ത്. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അല്ല ഞാൻ പറഞ്ഞത്, സഹറിന്റെ സമയത്ത് മഹത്വമാണ് ഞാൻ പറയുന്നത്. 5 കാര്യങ്ങളുണ്ട്, അത് പഠിക്കണം. 5 കാര്യം, 5 അല്ല 6 കാര്യം ഈ സഹറിന്റെ സമയത്ത്. അല്ല, ഒന്ന് സഹർ, അത്താഴം കഴിക്കാൻ, അത് ഒന്ന്. അതിപ്പോ റമളാൻ മാസത്തിലും പിന്നെ തിങ്കള് വ്യാഴങ്ങള്, അപ്പൊ അതേപോലെ മറ്റുള്ള ദിവസം നമുക്ക് നോമ്പെടുക്കണമെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റോളി. അതിനാദ്യം നമ്മൾ കഴിക്കണം സഹർ കഴിക്കുക. അപ്പൊ പിന്നീട് എളുപ്പം നമ്മളെ കാര്യങ്ങൾ അതാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അപ്പം സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായവരുടെ അടയാളം എന്താണ്? സഹറിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. സുഹൃത്തുക്കളെ, പഠിച്ചു വെക്കി. ഏറ്റവും വലിയൊരു ഇസ്തിഗ്ഫാറുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഞാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മൾ നെറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ നോക്കിയാൽ നമ്മൾ കാണാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തെങ്കിൽ നിങ്ങൾ അത് കാണാതെ പഠിക്കും. സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പൊരു വഴിയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത.
സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ മജ്ലിസിൽ ഇരുന്നിട്ട് ഈ ഇസ്തിഗ്ഫാർ ഓതിയാൽ മഗ്രിബിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ നരകത്തിൽ പോകില്ല. ഇത് അള്ളാഹുവിന്റെ വഅദയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. സുബഹി കഴിഞ്ഞ് മഗ്രിബിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ ഇത് ചൊല്ലിയവൻ ആരും നരകത്തിൽ പോകില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ആര് ഇത് ചൊല്ലുന്നുവോ, സുബഹിക്ക് മുമ്പ് അവർ മരണപ്പെട്ടാൽ ലാ യദ്ഖുലുൻ നാർ, അവർ നരകത്തിൽ പ്രവേശിക്കൂല, നരകത്തിൽ പോകില്ല. മഗ്രിബിന് ഇരുന്ന് പറയണം ഈ ഒരു ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിച്ചു വെച്ചോളി. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ചൊല്ലിക്കോളി. റാഹത്ത, ഈസിയാ പഠിക്കാൻ. അതിന്റെ അർത്ഥം പറയുമ്പോ സമയമില്ലാത്തോണ്ട് വേണേ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിച്ചു വെച്ചു. ഒരുപാട് ഇസ്തിഗ്ഫാറുകളുണ്ട്. ഇനി എളുപ്പം സരളമായി അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത് ഏറ്റവും വലിയ എളുപ്പമുള്ള കാര്യമാണ്. ഇത് എപ്പോഴും അധികരിക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു 11 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് കിടക്കാവും. ഏത്? അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത് പറയണം. ഇനി ഒന്നും അറിയാത്തവരാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം വഅതൂബു ഇലൈഹി. അതും അറിയാത്തവർ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അതങ്ങ് ലാസ്റ്റ് ഒന്നും അറിയാത്തവര്. ഒന്നും അറിയാതിരിക്കണം. വല്ല കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് ഒരു ഇച്ചിരി നീളമുള്ള ഒരെണ്ണം പഠിച്ചൂടെ? പഠിക്ക്. സ്വർഗത്തിൽ നരകത്തിൽ പോകില്ല. ഇതാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ സമയത്ത് രാത്രി എഴുന്നേറ്റ് ചൊല്ലി വലിയ ഗുണം കിട്ടും, വലിയ ഫായിദ ഉണ്ടാവും. നിങ്ങൾ ഈ 5 കാര്യം 6 കാര്യം നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടും. ഇജാബത്ത് കിട്ടുന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എപ്പോഴല്ല ഇത് തീരുവാണെങ്കിൽ അത് പറഞ്ഞുതരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊക്കിയെടുത്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടിട്ട് അവര് വന്നു. ഇങ്ങനെ ചെന്നായി കടിച്ചു. വാപ്പാ ചെന്നായി കടിച്ചെന്ന് തോന്നുന്നു, അങ്ങനെ തെറ്റുപറ്റിപ്പോയി, സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇവര് വന്ന് കള്ളം പറഞ്ഞു. ഖാലൂ യാ അബാനാ അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതീൻ. വാപ്പാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണേ. പാപമോചനം തേടാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ സംഭവിച്ചു പോയി പാപ്പ, തെറ്റുപറ്റിപ്പോയി ഉപ്പ, എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, അള്ളാഹുവിനോട് ചോദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മക്കൾ വന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതറിയോ? സഹറിന്റെ സമയാവട്ടെ, ഞാൻ അള്ളാഹുവിനോട് പറയാം, സഅൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. ശരി, ഞാൻ ചെയ്യാമെന്നല്ല അവിടെ പറഞ്ഞ, സൗഫ ചേർത്ത് പറഞ്ഞു. പിന്നീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം. ആ പിന്നീട് എന്നുള്ള സമയം എപ്പോഴെന്നറിയോ? സഹറിന്റെ സമയമാണ്. അല്ല, ഞാൻ ഇശായിക്ക് ചെയ്യാന്നോ മഗ്രിബിന് ചെയ്യാന്നൊന്നും അല്ല യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ആ സഹറിന്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം, പാപമോചനം തേടാമെന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ അതിന്റെ മഹത്വം ചോദിക്കളി. സഹറിന്റെ സമയത്ത് കാരണം എന്താ? ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന ലില്ലാഹി റീഹൻ യുസമ്മാ അസ്സബ്ബഹിയ. അല്ലാഹ്ക്ക് ചില മന്ദമാരുതനുണ്ട്, മനോഹരമായ മന്ദമാരുതൻ. തഹുബ്ബു വഖ്തൽ അസ്ഹാർ. ആ മന്ദമാരുതൻ അടിച്ചു വീശുന്നത് സഹറിന്റെ സമയത്താണ്, അത്താഴത്തിന്റെ സമയത്താണ്. الأذكار والاستغفار إلى الملك الجبار. ആരാണോ പള്ളികളിലാകട്ടെ വീടുകളിലാകട്ടെ ആ സഹറിന്റെ സമയത്തിരുന്ന് ഇസ്തിഗ്ഫാർ ദിക്റുകൾ ചൊല്ലുന്നവരാരാണോ, ആ കാറ്റ്, ഇളങ്കാറ്റ്, മന്ദമാരുതൻ ആ ദിക്റുകൾ വളരെ വേഗത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ എത്തിച്ചു കൊടുക്കുമത്രേ. ആ സഹറിന്റെ സമയം, നിങ്ങള് രാവിലെ ഒരു നല്ലൊരു മന്ദമാരുതൻ അടിക്കുക, ആ രാവിലത്തെ സമയം 4 മണിക്കൊക്കെ വെളിയിറങ്ങി നോക്കി,
ഒരു പക്ഷേ ആ അസ്സബ്ബഹിയ്യ എന്ന് പറയുന്നത് അത് ഇതായിരിക്കാം. ഈ സമയത്ത് അത് വീശുള്ളൂ, മറ്റുള്ള സമയങ്ങളിൽ അത് ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാവരും മാത്രല്ല ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു, അല്ലാഹു ഇറങ്ങുന്നത് ഫി സുലുസുൽ ലൈലിൽ ആഖിരി, ഈ നിശയുടെ അന്ത്യത്തിലാണത്രേ. അനിശാന്ത്യം എന്ന് പറയുന്നത് ഈ സഹറിന്റെ സമയമാണ് അല്ലാഹ് ഇറങ്ങുന്നത്. എന്നിട്ട് ഫയഖൂലു, പടച്ചവൻ ചോദിക്കുകയാണ്, ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹു, എന്നോട് ആരെങ്കിലും ദുആ ചെയ്യുന്നവരുണ്ടോ എങ്കിൽ ഞാൻ അവർക്ക് മറുപടി നൽകാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പാപമോചനം തേടുന്നവരുണ്ടോ ഫഅഗ്ഫിറ ലഹു, ഞാൻ അവർക്ക് പുറത്തു തരാം. ഹൽ മിൻ സായിലിൻ, മറ്റു കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ ഫഅഉതിയഹു, ഞാൻ അവർക്കത് നൽകാം. ഇത് അല്ലാഹു പറയുന്നത് സഹറിന്റെ സമയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹറിന്റെ സമയം, ഈ സഹറിന്റെ സമയത്ത് ചോദിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ. ആ സമയത്തോട് ചോദിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യഖൂമുൽ ലൈല, രാത്രി മൊത്തം നിസ്കരിക്കും. തന്റെ ശിഷ്യനോട് ചോദിക്കും, യാ നാഫി, അടുത്ത നാഫി എന്ന് പറയുന്ന തന്റെ ശിഷ്യനോട് ചോദിക്കും, സഹറിന്റെ സമയമായോ? ഒരു രാത്രി നിസ്കരിക്കാം, നമ്മള് ക്ലോക്കിൽ നോക്കിയില്ലേ നിസ്കരിക്കുന്നത്, 10 എന്നുള്ളത് 10 കാലമായി പോയ ആള് കുറഞ്ഞു, 10 ആള് കുറഞ്ഞു. ഇവര് രാത്രി ഫുള്ള് നിസ്കരിച്ചിട്ട് എന്നിട്ട് 3 മണി സഹറിന്റെ സമയം സുലുസുൽ ലൈൽ നിശാന്ത്യമായോ എന്ന് ചോദിക്കും. ഫൈദാ ഖാല നാഫിഉൻ നഅം, തന്റെ ശിഷ്യൻ അതെ ആയെന്ന് പറഞ്ഞാൽ അഖ്ബല അല ദുആഇ വൽ ഇസ്തിഗ്ഫാർ, പിന്നെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത് ദുആയിലേക്ക് അടുത്ത ജോലി, വേറെ ജോലിയില്ല. രാത്രി ഫുള്ള് നിസ്കരിക്കും. സഹറിന്റെ സമയമാകുമ്പോ ദുആക്ക് വേണ്ടി സെലക്ട് ചെയ്തെടുക്കുന്ന സമയം ആ സഹറിന്റെ സമയമാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും ആ സമയം. അതുവരെ നോക്കി ഇങ്ങനെ ഇരിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹാത്തിബ് റളിയല്ലാഹു തആല പറയുന്നു, കുന്തു സമിഅതു റജുലൻ ഫീ നാഹിയത്തിൽ മസ്ജിദ്, ഞാൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ മസ്ജിദിന്റെ ഒരു മൂലയിൽ ഒരാളുടെ ഭയങ്കര ആരവം ശബ്ദം കേൾക്കുന്നു. ഭയങ്കര ശബ്ദം. ആള് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, യാ റബ്ബി അമർതനി ഫഅതൈതുഹു, നീയാണല്ലോ പറഞ്ഞത് ആരെന്നോട് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞത്. വഹാദാ വഖ്തു സഹർ, ഇത് സഹറിന്റെ സമയമാണ്. ഇഗ്ഫിർലി, എനിക്കിതാ പടച്ചവനെ എനിക്ക് നീ പുറത്തു താ നാദാ. ഇത് സഹറിന്റെ സമയമായി. അല്ലാഹ്, ഇത് സഹറിന്റെ സമയമായി. ഞാനിവിടെ പള്ളിയുടെ മൂലയിൽ ഇരുന്ന് കരയാണ്, നീയല്ലേ പറഞ്ഞത് എനിക്ക് തരാന്ന്, താ. ഒരാൾ കരഞ്ഞ് നിലവിളിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി, ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മനസ്സിലാവും, മഹാപണ്ഡിതനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുമ്പോ ഇബ്നു മസ്ഊദ് കരഞ്ഞിട്ട് പറയാ, പടച്ചവനെ ഇത്രയും സമയം ഞാൻ ഇബാദത്ത് എടുത്തു, ഞാൻ ഒന്നും ചോദിച്ചില്ല. സഹറിന്റെ സമയം വരെ ഞാൻ നോക്കിയിരുന്നു, ആ സഹറിന്റെ സമയം എത്തിയിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞത് തരാന്ന്, ചോദിക്കുന്നവർക്ക് തരാന്ന്. ഞാൻ ചോദിക്കാണ്, എനിക്ക് താ അല്ലാഹ്, പിടിച്ചു വാങ്ങാൻ തരും, വല്ലാഹി തരും. പടച്ചവനെ സദഖല്ലാഹ്, അല്ലാഹുവിന്റെ വാക്കാണ്. വവഅദല്ലാഹി ഹഖ്, അള്ളാന്റെ വാക്കാ. അള്ളാഹ് നമ്മളെ പോലെ പറ്റിക്കുന്നവരൊന്നുമല്ല, അള്ളാഹ് നമ്മളെ പോലെ വഞ്ചകനൊന്നുമല്ല, അള്ളാഹ് നമ്മളെ പോലെ വാക്ക് പാലിക്കാത്തവരൊന്നുമല്ല. അള്ളാഹ് പറഞ്ഞ അത് പറഞ്ഞതായിരിക്കും. ആ സഹറിന്റെ സമയത്ത് പണിയെടുത്ത് നോക്ക്. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ.